ഇന്ന് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ക്വീൻ ഓഫ് ദ റിംഗ് വിൻ ചെയ്ത നയ ജാക്സിന്റെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ നയ ജാക്സ് വന്നതിന് ശേഷം ക്വീൻ ഓഫ് ദ റിംഗ് വിൻ ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം സംസാരിക്കുന്നുണ്ട്. അതുപോലെ സമ്മർ സ്ലാമിൽ ബെയ്ലിയെ ചാലഞ്ച് ചെയ്ത് ബെയ്ലിയെ തോൽപ്പിച്ചുകൊണ്ട് ചാമ്പ്യനാകും, ഈ ഒരു ടൈപ്പിലൊക്കെയാണ് സംസാരിച്ചത്. അപ്പോൾ തന്നെ വുമൺസ് ചാമ്പ്യൻ ബെയ്ലി അവിടെ വരുന്നതായിട്ടും എന്നാൽ ബെയ്ലി സംസാരിക്കാൻ തുടങ്ങുന്നതിനേക്കാൾ മുൻപായിട്ട് പൈപ്പർ നിവിൻ ആൻഡ് ചെൽസി ഗ്രീൻ ബെയ്ലിനെ അറ്റാക്ക് ചെയ്തു. ശേഷം ഇവർ നയ ജാക്സിനോട് പറയുന്നത് സമ്മർ സ്ലാം വരെയൊന്നും ബെയ്ലി ചാമ്പ്യനായി മുന്നോട്ട് പോവില്ല, അതിനേക്കാൾ മുൻപ് പൈപ്പർ നിവിൻ ആ ഒരു ചാമ്പ്യൻഷിപ്പ് എല്ലാം വിൻ ചെയ്യും, ഈ ഒരു ടൈപ്പിലൊക്കെയാണ്. ശേഷം ഇവർ വീണ്ടും ബെയ്ലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴും നയ ജാക്സ് ഒന്നും സപ്പോർട്ട് ചെയ്തില്ല. പിന്നീട് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വഴി നയോമി അവിടെ വന്നുകൊണ്ട് ബെയ്ലിയുടെ കൂടെ ചേർന്നുകൊണ്ട് ചെൽസി ഗ്രീൻ ടീമിന്റെ കൂടെ ഒരു ടാഗ് ടീം മാച്ചൊക്കെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻ ജേഡ് കാർഗിൽ, ഇൻഡി ഹാർട്ട്വെൽ ഇവർക്കൊരു ചെറിയ സെഗ്മെന്റ് വെച്ചുകൊണ്ട് ഒരു സിംഗിൾസ് മാച്ചും നെക്സ്റ്റ് വീക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ സ്മാക്ക് ഡൗൺ റിവ്യൂ ചിലപ്പോൾ വൈകാൻ ചാൻസ് ഉണ്ട്. കാരണം രാവിലെ മുതൽ നല്ല ഇടിവെട്ടും മഴയായതുകൊണ്ടാണ് വീഡിയോ വൈകും എന്ന് പറയുന്നത്. വോയിസ് റെക്കോർഡ് ചെയ്യാൻ ഇപ്പോഴാണ് ഇത്തിരി ഗ്യാപ്പ് കിട്ടിയത്. എന്നാലും പുറത്ത് മഴയും ഇടിവെട്ടെല്ലാം ഉണ്ടോ എന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നീട് AJ സ്റ്റൈൽസ് നിക്കാൾഡിൻസുമായിട്ട് ബാക്ക് സ്റ്റേജിൽ വെച്ച് കണ്ട് നിക്കാൾഡിൻസിനോട് ഇന്നത്തെ ഷോയിൽ അല്പം സമയം ചോദിക്കുന്നതായിട്ടും AJ സ്റ്റൈൽസിന് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചിരുന്നു. അതിനുശേഷം നിക്കാൾഡിൻസും അതിന് സമ്മതിച്ചുകൊണ്ട് AJ സ്റ്റൈൽസിന് ആ ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ടൈം അലോ ചെയ്ത് കൊടുത്തു. പിന്നീട് ഒരു സിംഗിൾസ് മാച്ച് ടൊമാസോ സിയംബ വേഴ്സസ് ടാഗ് ടീം ചാമ്പ്യനായ അസ്റ്റിൻ തിയറി, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ച് അത്യാവശ്യം നന്നായിട്ടാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ പകുതിയിൽ ഗ്രേസൺ വാലർ അസ്റ്റിൻ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ അസ്റ്റിൻ തിയറി ഫിനിഷർ ചെയ്യാൻ നോക്കിയപ്പോൾ അത് ടൊമാസോ സിയംബ ക്യാച്ച് ചെയ്യുന്നതായിട്ടും ശേഷം റോൾ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ച് ടൊമാസോ സിയംബയാണ് വിൻ ചെയ്തത്. നെക്സ്റ്റ് വീക്ക് ജോണി ഗർഗനോ ഫോഴ്സസ് ഗ്രേസൺ വാലർ മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നീട് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വഴി LA നൈറ്റ് യുണൈറ്റഡ് ചാമ്പ്യൻ ലോഗൻ പോളിനെ ചാലഞ്ച് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഇവർക്ക് മാച്ച് വരുന്നത് പോലെ ഒരു ചെറിയ സെഗ്മെന്റ് കാണിച്ചിരുന്നു. അതേസമയം അവിടെ കാർമെലോ ഹൈസ് വന്നുകൊണ്ട് LA നൈറ്റുമായിട്ട് സംസാരിച്ചു പോയി. ചിലപ്പോൾ ഇവർക്കും ഒരു മാച്ച് വന്നേക്കാം. പിന്നീട് സ്മാക്ക് ഡൗൺ ബ്രാൻഡിലേക്ക് വന്ന അൺഡ്രോയിഡയുടെ മാച്ചാണ് നടന്നത്. ഈ മാച്ച് നടന്നത് അപ്പോളോ ക്രൂസിന്റെ കൂടെയാണ്. മാച്ച് അത്യാവശ്യം നന്നായി തന്നെ മുന്നോട്ട് പോയി. മാച്ചിന്റെ പകുതിക്ക് വെച്ച് ഏഞ്ചൽ ഗേൾസ് അവിടെ വന്നുകൊണ്ട് അൺഡ്രോയിഡയുമായി പ്രശ്നമുണ്ടാക്കും എന്നാണ് വിചാരിച്ചത്. എന്നാൽ മാച്ചിന്റെ അവസാനത്തിൽ അൺഡ്രോയിഡിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റിങ്ങിലേക്ക് കയറുന്നത് പോലെയും, എന്നാൽ അപ്പോളോ ക്രൂസ് അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ നിന്നും മാറും. പക്ഷെ അൺഡ്രോയിഡ് ഈ ഒരു ചാൻസ് ഉപയോഗിച്ചുകൊണ്ട് അതിനുശേഷം ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ അൺഡ്രോയിഡാണ് വിൻ ചെയ്തത്. പിന്നീട് സാന്റോസ് എസ്കോബാർ ഉൾപ്പെടെ വന്നുകൊണ്ട് അൺഡ്രോയിഡിനെ ഇവരുടെ കൂടെ ചേർക്കാൻ വേണ്ടി നോക്കും. എന്നാൽ അൺഡ്രോയിഡ് മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും പോകും. മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ഏഞ്ചലിനെ പോയിട്ട് അപ്പോളോ ക്രൂസ് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ഇവർക്ക് നെക്സ്റ്റ് വീക്ക് ഒരു മാച്ച് വരുന്നതായിട്ടും കാണിച്ചു. അതേപോലെ വീണ്ടും ബാക്ക് സ്റ്റേജിൽ കാണിച്ചത് ബ്ലഡ് ലൈൻ ടീമിനെയാണ്, അതായത് സോളോ സിക്കാവ, പോൾ ഹേമൻ. ഇവരെ ശേഷം പോൾ ഹേമൻ പറയുന്നത് ജിമ്യൂസോ, ജെയൂസോ അതുപോലെ തന്നെ സാമി സൈൻ അവരെയെല്ലാം വിശ്വസിച്ചതുപോലെ ടോങ്ക ലോവ ഇവരെയൊന്നും വിശ്വസിക്കാൻ സാധിക്കില്ല എന്നും, പിന്നെ റോമൻ റെയിൻസ് ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് സാമി സൈനെ ഉൾപ്പെടെ തിരഞ്ഞെടുത്തത്. എന്നാൽ നീ അങ്ങനെയല്ല ചെയ്യുന്നത്, ഇവർ നിന്നെ ചതിക്കും, എനിക്ക് നിന്നെ വിശ്വാസമാണ് പക്ഷെ ഇവരെ വിശ്വാസമല്ല എന്ന ലെവലിലൊക്കെയാണ് പോൾ ഹേമൻ ആ ഒരു സെഗ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കോഡി റോഡ്സുമായിട്ട് വീണ്ടും മാച്ച് നടക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തെപ്പറ്റി എല്ലാം പോൾ ഹേമൻ സംസാരിക്കാൻ നോക്കും. അതായത് റോമൻ റെയിൻസിന് ഇങ്ങനെ ഒരു പ്ലാനുണ്ട്, ഈ ഒരു ടൈപ്പിലെല്ലാം വെച്ചുകൊണ്ട്. അപ്പോൾ തന്നെ സോളോ സിക്കാവ തടയുന്നത് പോലെയും. പിന്നീട് കെവിൻ ഓവൻസിന്റെ തീം സോങ് പ്ലേ ആകുമ്പോൾ നീ ആദ്യം തന്നെ പോയി ആ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ടാണ് പറയുന്നത് സോളോ സിക്കാവ പോൾ ഹേമനോട്. ശേഷം കെവിൻ ഓവൻസ് വന്ന് പറയുന്നത് സൗദിയിൽ നടന്ന സ്മാക്ക് ഡൗണിൽ പോയി റാൻഡി ഓർട്ടനെ സേവ് ചെയ്ത കാര്യത്തെപ്പറ്റിയും റാൻഡി ഓർട്ടൻ കിങ് ഓഫ് ദ റിംഗ് മാച്ചിൽ തോറ്റുപോയ കാര്യത്തെപ്പറ്റിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കെവിൻ ഓവൻസ് സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ പോൾ ഹേമൻ വരുന്നതായിട്ടും വന്നതിന് ശേഷം പോൾ ഹേമൻ, ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാം, അതായത് ബ്ലഡ് ലൈൻ ഇപ്പോൾ മുൻപുള്ളത് പോലെയല്ല മുന്നോട്ട് പോകുന്നത്. സോളോ സിക്കാവയുടെ കൂടെ ഇപ്പോഴുള്ള രണ്ടുപേരും അവർ റെസ്ലേഴ്സിന്റെ പോലെയൊന്നുമല്ല പെരുമാറുന്നത്, അതുകൊണ്ട് നീ സൂക്ഷിക്കണം. ശേഷം പോൾ ഹേമനോട് കെവിൻ ഓവൻസ് പറയുന്നുണ്ട് സോളോ സിക്കാവ ബ്ലഡ് ലൈൻ ടീമിലുള്ള മെമ്പറാണ്, അത് ഞാൻ നോക്കിക്കോളാം, മറ്റവർ രണ്ടുപേരെയും എനിക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിന്റെ അഡ്വൈസ് ഒന്നും എനിക്ക് വേണ്ട എന്ന ലെവലിലെല്ലാം പറയും. ശേഷം ദേഷ്യം വന്നുകൊണ്ട് പോൾ ഹേമൻ മൈക്കെല്ലാം കെവിൻ ഓവൻസിന് നേരെ വലിച്ചെറിഞ്ഞ്
ദേഷ്യം കാണിക്കുമ്പോൾ കെവിൻ ഓൺസ് പോൾ ഹേമനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതായിട്ട് കാണിച്ചിരുന്നു. അതേസമയം സോളോ സിക്കാവ ടീം അവിടെ വന്നുകൊണ്ട് കെവിൻ ഓൺസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും. അപ്പോൾ തന്നെ കെവിൻ ഓൺസിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ടീമാണ് വന്നത്, ആഞ്ചലോ ഡോക്കിൻസ് ആൻഡ് മോണ്ടെക്സ് ഫോർഡ്. ശേഷം ഇവർ അറ്റാക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും നടന്നില്ല. പിന്നീട് കെവിൻ ഓൺസ് സോളോ സിക്കാവനെ അറ്റാക്ക് ചെയ്ത് ഓഡിയൻസിന്റെ സൈഡിൽ കൂടെ പോകുന്നതായിട്ട് ശേഷം ഇവരുടെ ടാഗ് ടീം മാച്ചാക്കി മാറ്റി. സ്ട്രീറ്റ് പ്രോഫിറ്റ് വേഴ്സസ് ടോമ ടോങ്ക ആൻഡ് ടോങ്ക ലോവ ഇവർക്കൊരു ടാഗ് ടീം മാച്ച്. അപ്പോൾ ഈ ഒരു ടാഗ് ടീം മാച്ചും നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിന്റെ അവസാനത്തിൽ മോണ്ടെക്സ് ഫോർഡ് ഫിനിഷർ ചെയ്തുവെങ്കിലും അതിനേക്കാൾ മുൻപായി ടോമ ടോങ്കയുടെ കയ്യിൽ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസരം ഉപയോഗിച്ച് മോണ്ടെക്സ് ഫോർഡ് ഫിനിഷർ ചെയ്ത അടുത്ത സെക്കൻഡിൽ തന്നെ ടോമ ടോങ്ക ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ ബ്ലഡ് ലൈൻ ടീമാണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ചിനേക്കാൾ മുൻപുള്ള സെഗ്മെന്റ് ഒക്കെ അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ റോമൻ റെയിൻസിനെ എല്ലാം ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും എടുത്ത് പറയുന്നില്ല, ടൈം ഇല്ലാത്തതുകൊണ്ട്. പിന്നീട് വുമൺസ് ചാമ്പ്യൻ ബെയ്ലി ആൻഡ് നയോമി വേഴ്സസ് പൈപ്പർ നിവിൻ ആൻഡ് ചെൽസി ഗ്രീൻ ഇവർക്കൊരു ടാഗ് ടീം മാച്ച് നടന്നു. അപ്പോൾ ഈ ടാഗ് ടീം മാച്ച് അത്യാവശ്യം നല്ല മാച്ചായി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മാച്ചിന്റെ അവസാനത്തിൽ നയോമി ചെൽസി ഗ്രീനെ ഫിനിഷർ ചെയ്തുകൊണ്ട് വിൻ ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. അപ്പോൾ തന്നെ പൈപ്പർ നിവിൻ നയോമിയുടെ മേലേക്കെല്ലാം ജമ്പ് ചെയ്തുകൊണ്ട് ഈ മാച്ചിന്റെ അവസാനത്തിൽ ഇവരാണ് വിൻ ചെയ്ത് പോയത്. അതായത് ചെൽസി ഗ്രീൻ ടീം. നയോമി ആൻഡ് ബെയ്ലി ടീം ഈ മാച്ചിൽ തോറ്റു. അപ്പോൾ ഇവർക്കൊരു ചാമ്പ്യൻഷിപ്പ് മാച്ച് ക്ലാഷ് അറ്റ് ദി കാസ്റ്റലിൽ വരും, അതുകൊണ്ടായിരിക്കാം. പിന്നീട് AJ സ്റ്റൈൽസ് ബാക്ക് സ്റ്റേജിൽ റിട്ടയർമെന്റ് സ്പീച്ചിന് വേണ്ടിയിട്ട് വരുന്നതായിട്ടും അതേസമയം LA നൈറ്റ് അവിടെ വന്നുകൊണ്ട് ഞാൻ കേട്ടിട്ടുള്ള റൂമറൊക്കെ സത്യമാണെങ്കിൽ ഞാൻ നിന്നെ റെസ്പെക്ട് ചെയ്യുന്ന ഈ ഒരു ടൈപ്പിലൊക്കെ സംസാരിച്ച് ഇവരുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്നത് പോലെയും അതുപോലെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ കോഡി റോഡ്സും അവിടെ വന്നുകൊണ്ട് AJ സ്റ്റൈൽസിന് ഷേക്ക് ഹാൻഡ് എല്ലാം കൊടുത്ത് റെസ്പെക്ട് ചെയ്യുന്നതായിട്ടും ശേഷം AJ സ്റ്റൈൽസ് OC ടീമിനെ കണ്ടുകൊണ്ടും OC ടീമുമായിട്ട് എൻട്രൻസും ചെയ്ത് AJ സ്റ്റൈൽസിന്റെ സെഗ്മെന്റ് ആണ് മെയിൻ ഇവന്റായി നടന്നത്. അപ്പോൾ ഗ്യാനോസ് ആൻഡർസൺ ഇവരെ റിങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് AJ സ്റ്റൈൽസ് പറഞ്ഞത്, ഇത്രയും നാൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തു, ഈ ഒരു രാത്രിയും കൂടിയും എന്നെ സപ്പോർട്ട് ചെയ്യണം, ഈ ഒരു ടൈപ്പിലൊക്കെ പറഞ്ഞാണ് ഇവരെയും റിങ്ങിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം AJ സ്റ്റൈൽസ് റിട്ടയർമെന്റ് സ്പീച്ച് പോലെയാണ് സംസാരിച്ചത്. അതായത് AJ സ്റ്റൈൽസിന്റെ ഫാമിലിയെ പറ്റിയെല്ലാം സംസാരിക്കുന്നുണ്ട്. അതുപോലെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ കോഡി റോഡ്സുമായിട്ട് റീമാച്ച് ആവശ്യപ്പെട്ടപ്പോൾ നിക്ക ആഡിയൻസ് കൊടുത്തില്ല. ആ ഒരു കാര്യത്തെ പറ്റിയെല്ലാം AJ സ്റ്റൈൽസ് ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നിക്ക ആഡിയൻസ് തന്നോട് ലൈനിൽ നിൽക്കാനാണ് പറഞ്ഞത്, അവസാനം തനിക്ക് അവസരം തരാം എന്നൊക്കെ. അതുപോലെ തന്നെ ഈ സെഗ്മെന്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ AJ സ്റ്റൈൽസ് ബാക്ക് സ്റ്റേജിൽ വെച്ചുകൊണ്ട് കോഡി റോഡ്സിന്റെ ചെവിയിൽ എന്തോ പറഞ്ഞിരുന്നു. അത് വ്യക്തമാക്കി പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോഡി റോഡ്സിനെ റിങ്ങിലേക്ക് വിളിക്കും. അപ്പോൾ കോഡി റോഡ്സ് ചാമ്പ്യൻഷിപ്പ് ഒന്നുമില്ലാതെ AJ സ്റ്റൈൽസ് റെസ്ലിംഗ് നിർത്തി പോവാണ്. ആ ഒരു ടൈപ്പിൽ റെസ്പെക്റ്റ് എല്ലാം കൊടുത്തുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവരാതെ എൻട്രൻസിൽ പൈറോ യൂസ് ചെയ്യാതെ സെലിബ്രേറ്റ് ചെയ്യാതെ വളരെ സാഡായിട്ട് കോഡി റോഡ്സ് റിങ്ങിലേക്ക് വരുന്നതായിട്ടും, അതായത് എൻ്റെ അവസാനത്തെ മാച്ച് ഒരു നല്ല മാച്ചായിരുന്നു, നമ്മൾ രണ്ടുപേരും ചെയ്ത ആ ഒരു മാച്ച്, അതായത് ബാക്ക് ലാഷിൽ നടന്ന മാച്ചിനെ പറ്റിയെല്ലാം AJ സ്റ്റൈൽസ് പറഞ്ഞുകൊണ്ട് താൻ WWE വിട്ട് പോകുന്നത് പോലെയാണ് കാണിച്ചത്. അതിനുശേഷം കോഡി റോഡ്സ് പറയുന്നത്, നീ പോകുന്നതിൽ വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ നിന്റെ ഈ ഒരു തീരുമാനം ശരിയാണെങ്കിൽ ആ ഒരു തീരുമാനത്തെ അല്ലെങ്കിൽ നിന്റെ ഈ ഒരു പ്ലാനിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഷേക്ക് ഹാൻഡ് കൊടുത്ത് വീണ്ടും ഫ്രണ്ട്സായി. കോഡി റോഡ്സ് AJ സ്റ്റൈൽസിന്റെ കൈ പിടിച്ച് പൊന്തിച്ചുകൊണ്ട് അപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലായി AJ സ്റ്റൈൽസ് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യുമെന്ന്. അത് തന്നെയാണ് ഒരു ഷോക്കിംഗ് ആയി സംഭവിച്ചത്. AJ സ്റ്റൈൽസ് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്തതിന് ശേഷം സ്റ്റെപ്പിന്റെ മുകളിലെല്ലാം വലിച്ചെറിഞ്ഞ് സ്റ്റെപ്പിന്റെ മുകളിൽ നിന്നും പുറത്തേക്ക് ഒരു സ്റ്റൈൽ ക്ലാഷ് ഫിനിഷർ ചെയ്തു. അപ്പോൾ തന്നെ തടയാൻ വന്നവരെയെല്ലാം ഗാലോസ് ആൻഡ്രസിനും തടഞ്ഞുകൊണ്ട് AJ സ്റ്റൈൽസിന്റെ ഒരു വേറെ ലെവൽ ഹീൽ ടേൺ, അല്ലെങ്കിൽ നമ്മൾ മുൻപ് TNA കണ്ട ആ ഒരു വെറുത്തരമായിട്ടുള്ള AJ സ്റ്റൈൽസിനെയാണ് നമ്മൾക്ക് ഇന്ന് സ്മാക്ക് ഡൗണിൽ കാണാൻ സാധിച്ചത്. അതായത് ഇവരുടെ മാച്ച് വേറെ ലെവൽ റേറ്റിംഗ് എല്ലാം വാങ്ങി സെറ്റായി എങ്കിലും സ്റ്റോറി അപ്പം പൊളിയായിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇവരുടെ മാച്ച് വരുമ്പോൾ വേറെ ലെവലായിരിക്കും സ്റ്റോറിയും മാച്ചെല്ലാം വരാൻ പോകുന്നത്. അതുപോലെ ഗാലോസ് ആൻഡ്രസിനും AJ സ്റ്റൈൽസിന്റെ ബ്രദേഴ്സാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇവർ റീയൂണിയൻ ചെയ്യുന്നതായിട്ടെല്ലാം ഈ സെഗ്മെന്റിൽ കാണിച്ചിരുന്നു. അതായത് AJ സ്റ്റൈൽസ് പോകുന്നത് അവസാനമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇനി ഗാലോസ് ആൻഡ്രസിനും AJ സ്റ്റൈൽസിന്റെ കൂടെ ഉണ്ടാകും. കോഡി റോഡ്സുമായിട്ടുള്ള മാച്ചും വേറെ ലെവലായിട്ട് പോകും. നിക്ക ആൾഡിൻസിന് ഇനി മാച്ച് കൊടുക്കാതിരിക്കാൻ യാതൊരു വഴിയുമില്ല. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് കൺഫേം ചെയ്തപ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഒന്നല്ലെങ്കിൽ AJ സ്റ്റൈൽസ്, കോഡി അല്ലെങ്കിൽ നിക്ക ആൾഡിൻസ് ഇവരെ അറ്റാക്ക് ചെയ്യും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്.
പ്രത്യേകിച്ച് നമ്മൾ ജോൺ സീന, മാർക്ക് ഹെൻറി ഇവർക്കൊരു സെഗ്മെൻറ്റ് മുൻപ് നടന്നിരുന്നു, മാർക്ക് ഹെൻറിയുടെ റിട്ടയർമെൻറ്റ് സ്പീച്ച് പോലെ. അതൊക്കെ കണ്ട് ഓർമ്മയുള്ളവർക്ക് ഇത് കറക്റ്റായിട്ട് കത്തി കാണും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്മാക്ക് ഡൗണിൽ നടന്നത്. ഇന്നത്തെ സ്മാക്ക് ഡൗണിൻ്റെ ട്വിസ്റ്റ് AJ സ്റ്റൈൽസിൻ്റെ വേറെ ലെവൽ ഹീൽ ടേൺ ആണ്. അതൊരു ഷോക്കിംഗ് മൂവ്മെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്.